അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ മതപരിഷ്കരണ പശ്ചാത്തലത്തിൽ തന്നെ അതിനെതിരെ പാരമ്പര്യ പണ്ഡിതർ നാക്കും തൂലികയും ഉപയോഗിച്ചു പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ സയ്യിദ് അഹ്മദ് ബിൻ സൈനി ദഹ്ലാൻ്റെ നാമം ഉയർന്നു നിൽക്കുന്നു. മക്ക മദീന മസ്ജിദുകളിലും പരിസരങ്ങളിലും പണ്ഡിതരുടെ ദർസുകൾ നടന്നിരുന്നു. സൈനി ദഹ്ലാൻ മക്കയിലെ മസ്ജിദുൽ ഹറാമിലാണ് വിജ്ഞാന പ്രസരണം നടത്തിയിരുന്നത്. ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരെക്കുറിച്ചും ആത്മീയ പാതകളെക്കുറിച്ചും മാത്രമാണ് ഹ്രസ്വമായി വിവരിക്കുന്നത്. മഹാൻ 1817 മക്കയിൽ ജനിക്കുന്നത്. 69 വയസ്സുവരെ ജീവിച്ചു. സൈനി ദഹ്ലാൻ്റെ മുഖ്യ ഗുരു ഉസ്മാൻ എന്നിവരായിരുന്നു. അംദിയത്ത് എന്ന സ്ഥലത്തു നിന്നാണ് അവർ മക്കയിൽ വന്നത്. 17 വർഷം വിജ്ഞാന പ്രസരണ സബരിയിൽ മുഴുകി. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ ദർസാണ് സൈനി ദഹ്ലാൻ ഏറ്റെടുത്ത് നടത്തിയത്. ഇക്കാലയളവിൽ പല ദേശങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. ദീനീ വിഷയത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. ബാക്കി വന്ന സമയം വിവിധ തരീഖത്തുകൾ പ്രകാരമുള്ള ആരാധനകളിൽ മുഴുകി സജീവമായി. അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകത ഇമാം നവവിയുടെ ജീവിതത്തോട് ഉപമിക്കാം. ഇമാം നവവിക്ക് പക്ഷേ കേവലം 45 വയസ്സിലെ ദുനിയാവിനോട് വിട പറയേണ്ടി വന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ദീനീ കേന്ദ്രമായ തമിഴ്നാട്ടിലെ വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിൻ്റെ ശില്പിയായ അബ്ദുൽ വഹാബ് ഹസ്രത്ത് സൈനി ദഹ്ലാൻ്റെ ശിഷ്യനായിരുന്നു. പഞ്ചാബിൽ ക്രൈസ്തവ മിഷണറിമാരെ എതിരിടാനായി ഇദ്ഹാറുൽ ഹഖ് എന്ന ഗ്രന്ഥം രചിച്ച റഹ്മത്തുള്ള കിറാനവിയും അവരുടെ ശിഷ്യനാണ്. ഉത്തരേന്ത്യയിലെ അഹ്ലസുന്നയുടെ വിസ്തൃത പണ്ഡിതനായ സയ്യിദ് അഹമ്മദ് റസാഖാനും അവരുടെ പിതാവ് നഖി അലിയും ശിഷ്യരാണ്. മാത്രമല്ല ഖലീൽ അഹമ്മദ് സഹാറൻപൂരി എന്ന ഹദീസ് പണ്ഡിതൻ ഉൾപ്പെടെ നിരവധി പേർ ഉത്തരേന്ത്യയിൽ നിന്നും മക്കയിൽ പോയി ശിഷ്യരായിട്ടുണ്ട്. കേരളത്തിൽ നിന്നും അറിയപ്പെട്ട അനവധി പേർ മക്കയിൽ പോയി സൈനി ദഹ്ലാൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ശരീഅത്തിലും തരീഖത്തിലും സൈനി ദഹ്ലാൻ്റെ ശിഷ്യന്മാരാണെന്ന് കാണാം. പാടൂർ കുഞ്ഞുസീതി എന്ന ഈസാ തങ്ങൾ, പ്രസിദ്ധനായ പുത്തൻപള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെയും ഞമനേക്കാട് ഏലിക്കുട്ടി മുസ്ലിയാരുടെയും ഗുരുവായ നൂണക്കടവ് സൈനുദ്ദീൻ റംലി, പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ, സ്വാതന്ത്ര്യസമര സേനാനി ഷഹീദ് മഞ്ചേരി നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, കോഴിക്കോട് കാളിയായിരുന്ന അബൂബക്കർ കുഞ്ഞി, കേരളത്തിലെ നിരവധി പണ്ഡിതന്മാരുടെ ഗുരുവായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കാസർഗോഡ് എറവങ്കര പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കീഴൂർ ഇബ്രാഹിം മുസ്ലിയാർ, കാസർകോട്ടെ തന്നെ അബ്ദുള്ള മുസ്ലിയാർ, വളപട്ടണം ഇമ്പിച്ചിക്കോയത്തങ്ങൾ എന്നിവരും ശിഷ്യരാണ്. സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ്റെ ഗുരുവായ ഉസ്മാൻ അവർകൾ തന്നെയാണ് ഖാദിരി, ഷാദുലി, നക്ഷബന്ദി, ഖൽവത്തിയ എന്നീ സൂഫി മാർഗത്തിലേക്ക് അദ്ദേഹത്തെ വഴി തെളിയിച്ചു വിട്ടത്. കൂടാതെ മുഹമ്മദ് അമീർ കബീറിൽ നിന്നും ഹൈദ്രൂസി ത്വരീഖത്തും, മുഹമ്മദ് ബിൻ ഹുസൈൻ ഹബഷിയിൽ നിന്നും, അബ്ദുറഹ്മാൻ ബിൻ അലി സക്കാഫ് എന്നിവരിൽ നിന്നും അലവിയ തരീഖത്തും ലഭിച്ചു. ഇങ്ങനെ അറിഞ്ഞും അറിയിച്ചും അനുഭവിച്ചും ഇരുലോക ജീവിതം ധന്യമാക്കിയ സയ്യിദ് സൈനി ദഹ്ലാൻ 1886 ലോകത്തു നിന്നും വിടവാങ്ങിയത്. സന്മാർഗികളായ ഔലിയാക്കളുടെ പാതയിൽ മുന്നേറി വിജയം വരിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.